നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്യുന്ന വിഷയമാണ്, വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയമാണ് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ നിർമ്മിച്ച വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ, അതിന്റെ കേസുകൾ, നിയമ നടപടികളൊക്കെ. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കേസിലെ മുഖ്യ ആസൂത്രകനും 7ാം പ്രതിയുമായ കാഞ്ഞങ്ങാട് സ്വദേശി രാകേഷ് അരവിന്ദ് ഇന്നലെ പിടിയിലായിരുന്നു. അപ്പോൾ ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിജിനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നോക്കാം എന്താണ് ഈ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്, വിജിൻ എന്താണ് പറയുന്നതെന്ന്. വിജിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. വിജിൻ, ഈ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിലെ വ്യാജ ID കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടൊരു നീക്കമായിരുന്നല്ലോ ഇന്നലെ ഉണ്ടായത്. മുഖ്യ ആസൂത്രകൻ രാകേഷ് പോലീസിന്റെ പിടിയിലാകുന്ന സാഹചര്യം. കാഞ്ഞങ്ങാട് സ്വദേശിയായ ഇയാൾ അവിടെയുള്ള ജെയ്സൺ എന്ന് പറയുന്ന ആളുമായി ചേർന്നാണ് ഈ CR ആപ്പ് നിർമ്മിച്ചതും ബാക്കി കാർഡുകളൊക്കെ തയ്യാറാക്കിയതും എന്ന നിഗമനത്തിലേക്കാണോ ഇപ്പോൾ പോലീസ് എത്തി നിൽക്കുന്നത്? മനു, തീർച്ചയായും തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് ഈ രാകേഷ് അരവിന്ദനെ കസ്റ്റഡിയിൽ എടുത്തത്. എന്തായാലും ഇന്നലെ കസ്റ്റഡിയിൽ എടുത്ത ശേഷം മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷമാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കാസർഗോഡിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ജെയ്സണുമായി അടുത്ത ബന്ധമുള്ള അയാളുടെ DTP കമ്പ്യൂട്ടർ ഷോപ്പുകളിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഈ രാകേഷ് അരവിന്ദൻ എന്ന് പറയുന്നത്. ആളാണ് ഈ ആപ്പ് നിർമ്മാണത്തിലെ മുഖ്യ സൂത്രധാരൻ എന്ന് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന് ശേഷം നടത്തിയ അന്വേഷണം, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ രാകേഷ് അരവിന്ദനെ കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത ശേഷം ചോദ്യം ചെയ്തു. ഇയാളാണ് ആപ്പ് നിർമ്മിച്ചത് എന്ന കാര്യം പോലീസിനോട് ഈ രാകേഷ് സമ്മതിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. എന്തായാലും വ്യാപകമായ അന്വേഷണം തന്നെയാണ് പോലീസ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ ID കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം നടന്ന അന്വേഷണം, ഒരു തട്ടിപ്പല്ല, മറിച്ച് സംസ്ഥാനത്തുടനീളം നടന്ന തട്ടിപ്പാണ്. നേരത്തെ തന്നെ 5 പേർ ഇതിൽ കസ്റ്റഡിയിലാവുകയും റിമാൻഡിലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ റിമാൻഡിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഇതിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാറ് ഉൾപ്പെടെ ഈ തട്ടിപ്പ് സംഘം ഉപയോഗിച്ചു എന്ന കണ്ടെത്തലും ആ കാറ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം വിപുലമായ അന്വേഷണമാണ് വിവിധ ഈ പരാതികളിൽ, ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഭാഗത്തു നിന്ന് തന്നെയാണ്. അത് പോലീസിനും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് ഇതിനും അതുപോലെ തന്നെ കോൺഗ്രസിനും ഹൈക്കമാൻഡിനും ഒക്കെ പരാതിയായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും നൽകിയ ശേഷമാണ് ഇതിൽ കൂടുതൽ തെളിവുകൾ ഒക്കെ പുറത്തു വന്നിരുന്നത്. ഒപ്പം തന്നെ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്, DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം MP ഉൾപ്പെടെയുള്ളവർ പോലീസിലും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും ഒക്കെ നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സഞ്ജയ് കൗളിൻ്റെ ആവശ്യപ്രകാരം മ്യൂസിയം പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ. കാരണം ഇത് ഒരു വളരെ ഗൗരവമായ കേസാണ്. രാജ്യത്തെ ഒരു തിരഞ്ഞെടുപ്പ് ID കാർഡ് വ്യാജമായി നിർമ്മിച്ചാണ് ഈ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി കള്ളവോട്ടുകൾ രേഖപ്പെടുത്തുകയും ഒപ്പം തന്നെ ID കാർഡ് നിർമ്മിക്കുകയും ചെയ്തത്. ഇത് ഏതെങ്കിലും രീതിയിൽ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒക്കെ വിപുലമായ ഒരു അന്വേഷണം നടക്കണം. അതിനിടെയാണ് ഈ കാര്യത്തിൽ ഒരു ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൂടുതൽ ആയി കണ്ടെത്താനുള്ള പരിമിതികൾ ചൂണ്ടിക്കാട്ടി DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് തന്നെ ഇതിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടക്കണം, അതിന് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും അത്തരത്തിലൊരു പരാതി കൂടി കൈമാറിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കുറേ ദിവസങ്ങളായി തുടരുന്ന അന്വേഷണം ഇപ്പോഴും പോലീസ് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം അതാണ് ഏറ്റവും അവസാനം ഈ രാകേഷ് അരവിന്ദിൻ്റെ അറസ്റ്റിലേക്ക് ഉൾപ്പെടെ എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇയാളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കൂടുതൽ തെളിവുകൾ, ഈ ആപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ കാരണം അടിമുടി വ്യാജമാണ് തെരഞ്ഞെടുപ്പും അവർ തയ്യാറാക്കിയ കാർഡുകളുമൊക്കെ എന്ന് നമുക്ക് വ്യക്തമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. പൊതുസമൂഹത്തിന് മുൻപിൽ അതിന്റെ തെളിവുകളെല്ലാം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുഖ്യ ആസൂത്രകൻ എന്ന് കരുതുന്ന വ്യക്തി കൂടി പോലീസിന്റെ പിടിയിലാകുമ്പോൾ, രാകേഷ് എന്ന് പറയുന്ന ആൾ കൂടി പിടിയിലാകുമ്പോൾ, അതുവഴി ഇതിൻ്റെ പുറകിൽ വലിയ ആസൂത്രണം ഈ കാർഡ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട്, വ്യാജ കാർഡുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പോകാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണോ
ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിനുള്ളത്? തീർച്ചയായും മനു, ഇതിൽ നേരത്തെ തന്നെ ഒരു ആരോപണം ഉയർന്നിരുന്നത് ഇത് കർണാടക കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു ആപ്പ് നിർമ്മാണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഒരു ആരോപണം ഉയർന്നിരുന്നു. അതൊരു ഏകദേശം സാധൂകരിക്കുന്ന നിലയിൽ ഉള്ള തെളിവുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കസ്റ്റഡിയും അറസ്റ്റുമൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം ഒരുപക്ഷെ അനുമാനിക്കാൻ. കാരണം ഈ കർണാടക സ്വദേശികളാണ് ഇതിന് ഏറ്റവും പ്രധാനമായി ഇടപെട്ടിട്ടുള്ളത് എന്ന് നേരത്തെ തന്നെ ഈ ജെയ്സണും രാകേഷും ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ പ്രധാനമായ പങ്കുണ്ട് എന്ന കാര്യം പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കർണാടക ബേസ് ചെയ്ത് ഏതെങ്കിലും IT കമ്പനികൾ ഒക്കെ ഉപയോഗപ്പെടുത്തി അത്തരം പ്രവർത്തകരെ ഉപയോഗപ്പെടുത്തിയിട്ടാണോ ഇത്തരത്തിൽ ഒരു ആപ്പ് നിർമ്മാണം ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിലും അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന കാര്യമാണ്. കാരണം ഇതൊരു രാജ്യത്തെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് ID കാർഡ് വ്യാജമായി നിർമ്മിച്ച കേസാണ്. പക്ഷേ പരാതികൾ ഉണ്ടാകുന്നു, കേസന്വേഷണം സംസ്ഥാനത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ പോലും ഇതിലൊരു കൃത്യമായ രീതിയിൽ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി ഇടപെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായി കാണേണ്ട കാര്യം. രാഷ്ട്രീയപരമായ അതിൻ്റെ ആരോപണങ്ങൾ DYFIയും അതുപോലെ തന്നെ CPM ഒക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്ന ശേഷവും ഉണ്ടാകാത്തത് എന്ന ആരോപണം ഉൾപ്പെടെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു അന്വേഷണത്തിലൂടെയാണ് കൂടുതൽ തെളിവുകൾ, കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ ഒക്കെ ഒരു വ്യക്തത വരേണ്ടത്. പക്ഷേ നിലവിൽ ഈ പോലീസ് അന്വേഷണം കാര്യക്ഷമമായി പുരോഗമിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. കാരണം അത്തരത്തിലാണ് പോലീസിൻ്റെ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും മുഖ്യ സൂത്രധാരനെ കണ്ടെത്തിയ സാഹചര്യത്തിൽ നിലവിൽ അവരാണ് ഈ ആപ്പ് രൂപകൽപ്പന ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിന് പിറകിൽ ആരൊക്കെ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇയാളെ അറസ്റ്റും ഇയാളുടെ ചോദ്യം ചെയ്യുന്നതിലൂടെയും അത്തരത്തിലുള്ളൊരു തെളിവുകളിലേക്ക് എത്താൻ കഴിയും എന്നാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു അന്വേഷണത്തിലേക്കാണ് ഇനി കൂടുതൽ ഗൗരവമായ അന്വേഷണത്തിലേക്ക് കൂടി പോകാൻ പോലീസ് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ആപ്പ് നിർമ്മിച്ചതിൽ ഒരാൾക്കോ രണ്ടാൾക്കോ മാത്രമല്ല പങ്ക്. സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ വിവിധ നേതാക്കൾക്ക്, പ്രധാന നേതാക്കൾക്ക് ഉൾപ്പെടെ പങ്കുണ്ട്. ഇതിൽ സാമ്പത്തികമായി ആരൊക്കെ ഇടപെട്ടിട്ടുണ്ട്, ആ സാമ്പത്തിക സഹായം എവിടെ നിന്ന് ലഭിച്ചു എന്ന കാര്യത്തിൽ ഉൾപ്പെടെ അന്വേഷണം വരേണ്ടതുണ്ട്. അതിനെല്ലാം ഈ വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ട ഘട്ടം എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് DYFI ഉൾപ്പെടെ നേരത്തെ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തത് ഇത്തരത്തിൽ ഒരു പ്രത്യേകമായ ക്രൈംബ്രാഞ്ച് ടീമിനെ വെച്ച് അന്വേഷിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ആ പരാതി ഇപ്പോഴും DYFI നേതാക്കൾ നൽകിയ കത്ത് ഇപ്പോഴും സർക്കാരിൻ്റെ പരിഗണനയിലാണ്. DGPക്കും മുഖ്യമന്ത്രിക്കുമാണ് അവർ അത്തരത്തിലൊരു അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കൂടുതൽ കുരുക്കിലേക്ക് അകപ്പെടുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വ്യാപകമായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നത് കാര്യത്തിൽ മാത്രമല്ല, ഇത്തരത്തിലൊരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്താൻ പോലും കഴിയുന്ന രീതിയിൽ ഉള്ള ഒരു വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചു എന്നുള്ളതാണ് പരാതി. അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ നേരത്തെ ശേഖരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്താനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. മനു, ശരി, ഏതായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ഈ കേസിലെ യൂത്ത് കോൺഗ്രസും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ ID കാർഡുകൾ നിർമ്മിച്ച സംഭവത്തിൽ അതിലെ പ്രധാന പ്രതികളിൽ ഒരാൾ കൂടി പിടിയിലായിരിക്കുകയാണ്. രാകേഷ് അരവിന്ദ് എന്ന് പറയുന്ന പ്രതിയാണ് പിടിയിലായിരിക്കുന്നത്. ഇയാളുടെ നേതൃത്വത്തിലാണ് ഈ ആപ്പും വ്യാജ കാർഡുകളും ഒക്കെ നിർമ്മിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനം. പക്ഷേ ഈ കാർഡുകൾ നിർമ്മിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇതിന് ഈ സംഭവം ആസൂത്രണം ചെയ്തവരിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പ്രധാന മുഖ്യ പ്രതി കൂടി പിടിയിലാകുമ്പോൾ കൂടുതൽ അന്വേഷണം ഗൗരവതരമാവുകയും ആസൂത്രകരിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിന് ഈ ഘട്ടത്തിലുള്ളത്. വിവരങ്ങളാണ് വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് നൽകിയത്. ഏതായാലും യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ഈ വിഷയത്തിൽ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആ നിലയ്ക്കാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.